ബാക്ക് ടു സ്കൂൾ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ഐറ്റംസും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കയ്യിലുള്ള കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസും സ്കൂളിൽ മേടിയിട്ടുള്ളത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ബാഗാണ്. ഈ വർഷം നമ്മൾ റോസുവിന് മാത്രമാണ് ബാഗ് മേടിച്ചത്. ഇസ കഴിഞ്ഞ വർഷത്തെ ബാഗ് തന്നെ യൂസ് ചെയ്യണത്. ഈ ഒരു ഫ്രോസൻ്റെ ഡിസൈനുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഡിസൈനുള്ള ബാഗാണ് എടുത്തിട്ടുള്ളത്. കിറ്റെക്സിൻ്റെ സ്കൂബിഡേ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് അതിലുള്ള ബാഗാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ട് 5 വർഷമൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോഴും ആ ബാഗുകൾക്ക് കേടൊന്നും വന്നിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ കുറേ നാളായിട്ട് സെയിം ബാഗായപ്പോൾ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടും മാറി മാറി ഉപയോഗിക്കാൻ വെച്ചിട്ടാണ് ഈ ഒരു ബാഗ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. 2 വലിയ കമ്പാർട്ട്മെൻറ്റ്സും ഒരു ചെറിയ കമ്പാർട്ട്മെൻറ്റും പിന്നെ സൈഡിൽ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള കമ്പാർട്ട്മെൻറ്റും ഉള്ളത്. എല്ലാ വർഷവും എന്തെങ്കിലും ഒരു ഫ്രീ ഗിഫ്റ്റ് ഈ ബാഗ് മേടിക്കുമ്പോൾ കിട്ടും കേട്ടോ. ഈ പ്രാവശ്യം നെയിം സ്ലിപ്പ് സ്ഥിരമായിട്ടുണ്ടാവാറുണ്ട്. പിന്നെ ഈ ഒരു കളറിംഗ് ബുക്കും പിന്നെ ചെറിയൊരു ടോയും ആണ് ഇതിൻ്റെ കൂടെ ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. നമ്മൾ മേടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള പ്രൈസ് 790 രൂപയ്ക്കാണ്. ഓരോ കടകളിലെ വിലകളിൽ ചിലപ്പോൾ വ്യത്യാസം വരും കേട്ടോ. ഇസയ്ക്ക് ബാഗ് എടുത്തപ്പോഴും കിറ്റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഡിസയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡലുള്ള ബാഗ് എടുത്തത്. ഈ ഒരു ബാഗിനും വില വന്നിട്ടുണ്ടായിരുന്നത് ഒരു 900 to 1000 റുപ്പീസ് ആ റേഞ്ചാണ് വരണേ. ഇപ്പോൾ ഈ വർഷത്തെ വില എനിക്ക് അറിയില്ല, അത് കഴിഞ്ഞ വർഷം മേടിച്ചതാണ്. ഈ ഒരു ബാഗിൽ 5 കമ്പാർട്ട്മെൻറ്റ്സ് വരുന്നുണ്ട്. 2 വലുതും 2 ചെറുതും പിന്നെ സൈഡിൽ ഒരു കുഞ്ഞിതും വരുന്നുണ്ട്. പിന്നെ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളൊരു സ്പേസും ഉണ്ട്. ലൈറ്റ് കളേഴ്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് കുറേ കഴിയുമ്പോഴേക്കും അതിൻ്റെ കളർ ഫെയ്ഡ് ആവും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനത്തെ കളർ ബാഗുകൾ നമ്മൾ എടുത്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മഴക്കാലത്തേക്ക് ആവശ്യമുള്ള കുറച്ച് ഐറ്റംസാണ്. ഇസയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു കുടയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അവൾക്കപ്പോൾ ഈ ഒരു 400 രൂപ റേഞ്ചാണ് ഇങ്ങനത്തെ കുടകൾക്ക് വരുന്നത്. ഈ റോസൂന് ഇങ്ങനത്തെ ഒരു കുടയാണ് മേടിച്ചിരിക്കുന്നത്. 330 രൂപയാണ് വരുന്നത്. ജോൺസിൻ്റെ കുടയാണ്. ഇങ്ങനത്തെ ഫ്രോസണിലെ ക്യാരക്ടേഴ്സിൻ്റെ പിക്ചറുള്ള കുടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇസയ്ക്ക് വേണ്ടിയിട്ട് ഇതേ ഒരു റെയിൻ കോട്ട് മേടിച്ചിട്ടുണ്ട്. ഇത് 100 രൂപ വില വരുന്ന സാധാരണ മോഡൽ റെയിൻ കോട്ടാണ്. ഇനി നമുക്ക് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കാം കേട്ടോ. ഇത് ഇസയ്ക്ക് വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ലഞ്ച് ബോക്സാണ്. ഈ വർഷം തൊട്ട് അവൾ വീട്ടിൽ നിന്നും ഫുഡ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷം വരെ സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് ഇപ്പോൾ മേടിച്ചത്. ഇത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ നല്ല ഒരു ടിഫിൻ ബോക്സാണ് കേട്ടോ. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബോക്സാണ്. അതിൻ്റെ കൂടെ തന്നെ കറിപ്പാത്രവും ഫ്രീ ആയിട്ടുണ്ട്. പിന്നെ ക്ലിപ്പ് ചെയ്യണ മോഡലാണ്. അപ്പോൾ നല്ല സെക്വേർഡായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനി റോസുവിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കറിപ്പാത്രം മാത്രം മേടിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില ദിവസം അവൾ വീട്ടിൽ നിന്ന് കറിയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞൊരു കറിപ്പാത്രം. ഇതിന് 122 രൂപയായിരുന്നു വില എന്നെ ഓർമ്മ. അപ്പോൾ ഇതിൻ്റെ ലിഡ് ഇങ്ങനത്തെ ആയതുകൊണ്ട് തന്നെ അവൾക്ക് തുറക്കാൻ അടയ്ക്കാനൊക്കെ നല്ല ഈസിയാണ്. ഇതിൻ്റെ തന്നെ വലിയ സൈസും വരുന്നുണ്ട്. ഇസ വാട്ടർ ബോട്ടിൽ ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിലാണ് യൂസ് ചെയ്യാൻ പോണത്. ഇത് കാണുമ്പോൾ ഇങ്ങനെ യെല്ലോ കളറിലാണെങ്കിൽ ഉള്ളിൽ കണ്ടില്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. 200 രൂപ റേഞ്ചാണ് ഇങ്ങനത്തെ ബോട്ടിലിനൊക്കെ വരുന്നത്. പിന്നെ റോസ് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇവർക്ക് 2 പേർക്ക് ഫുൾ സ്റ്റീലുള്ള ഒരു ബോട്ടിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ റോസിൻ്റെ ബോട്ടിൽ താഴെ വീണ് ചെളിങ്ങി ലെവലായി. അപ്പോൾ അവൾക്കത് കാണുമ്പോൾ തന്നെ ഇഷ്ടമില്ല. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കത് വേണ്ട, എനിക്ക് ഇങ്ങനത്തെ മതി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ വർഷത്തിൽ ഈ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നത് ടിഫിൻ ബോക്സ് കെട്ടാനുള്ള ടവലാണ്. 25 രൂപ ആ റേഞ്ചിലാണ് വരണത്. അതിൽ താഴെയുള്ളതും വരുന്നുണ്ട്. തുണിയുടെ വ്യത്യാസം അനുസരിച്ച് പ്രൈസിലും മാറ്റം വരും. അത്യാവശ്യം വലിയ ടവലാണിത്. പിന്നെ നമ്മൾ ടിഫിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ആവശ്യം വരുന്ന ഒരു ഐറ്റമാണ് ലഞ്ച് ബാഗ്. ഇത് അത്യാവശ്യം എന്ന് പറയാനൊന്നുമില്ല. ഇത് ഒരു 6 വർഷമൊക്കെ പഴയതാട്ടോ. കാരണം ഇത് ഇവർ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല അധികം. ലഞ്ച് ബാഗ് അങ്ങനെ കൊണ്ടുപോകാറില്ല. പക്ഷേ ഈ വർഷം അവർക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ഇത് നമ്മളിപ്പോൾ ഇത് എടുത്ത് വെച്ചിരിക്കുകയാണ്. 200 രൂപ റേഞ്ചൊക്കെയാണ് ഇങ്ങനത്തെ ലഞ്ച് ബാഗിന് വരുന്നത്. ബുക്സ് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് എവർനോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയും മഡോണ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നതാണ്. നമ്മൾ അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അത്യാവശ്യം നല്ല കുറവിനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 35 രൂപയാണ് സ്റ്റാർട്ടിങ് പ്രൈസ്. 152 പേജാണ് വരണത് ഒരു ബുക്കിൽ. 152 പേജിൻ്റെ ഉണ്ട്. പിന്നെ 172 പേജിൻ്റെ 192 പേജ് അങ്ങനത്തെയൊക്കെയാണ് വരണത്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ബുക്കായാലും ഒക്കെ അത്യാവശ്യം ഈ ഒരു വളരെ കുറവ് പ്രൈസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നെയിം സ്ലിപ്സ് ആണ്. ഇതെല്ലാം തന്നെ ഇങ്ങനത്തെ കാർട്ടൂൺ ഡിസൈനും ഉണ്ട്. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ളത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില എനിക്ക് ഓർമ്മ വരുന്നില്ല. 10 രൂപയിൽ താഴെയായിരുന്നു എന്ന് തോന്നുന്നു ഒരെണ്ണത്തിൻ്റെ പ്രൈസ്. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ ബുക്ക് കവർ ചെയ്യാൻ പോകുന്നത് ബ്രൗൺ പേപ്പർ വെച്ചിട്ടാണ്. കഴിഞ്ഞ വർഷമൊക്കെ പ്ലാസ്റ്റിക് റാപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നത് 83 രൂപയായിരുന്നു.
അടുത്തത് നമുക്ക് ബോക്സിൻ്റെ സെക്ഷൻ നോക്കാം. ഈ പ്രാവശ്യം ഈ ഒരു പൗച്ചാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത് 120 രൂപയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 3 പ്രാവശ്യം നമ്മൾ ബോക്സ് പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോക്സ് മേടിച്ചത്. അത്യാവശ്യം നല്ല വലിയൊരു ബോക്സ് ആട്ടോ. ഒരുപാട് സ്പേസ് ഉണ്ട്, കുറേ സാധനങ്ങളൊക്കെ വെക്കാം. 2 കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വരണത്. ഒരു സ്ക്വയർ പോലത്തെ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ ഇങ്ങനെ ഒരു ബ്ലോക്ക് പോലത്തെ ഷേപ്പാണ് ഇതിന് വരണത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ക്യൂട്ടാണ്. ഒരു 3D ഡിസൈൻ പോലെയൊക്കെ ഉണ്ട്. ഇതാണ് റോസുവിന് വേണ്ടി മേടിച്ചിട്ടുള്ള ബോക്സ്. ഈ ഒരു ബോക്സിന് പ്രൈസ് വന്നത് 95 രൂപയായിരുന്നു. അപ്പോൾ ഇതൊരു ക്ലിയർ ബോക്സാണ്. ഇത് ഇങ്ങനെ ഫുൾ ഉള്ളിൽ എന്താണെന്ന് കാണാൻ പറ്റുന്ന മോഡലാണ്. ഫ്രോസൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഡിസൈനൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പെൻസിലും ഇറേസറും ടൈം ടേബിൾ കാർഡും അതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലൊരു പാർട്ടീഷൻ പോലെ ഉണ്ട് കേട്ടോ ആ ബോക്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു മോഡലാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് നമ്മുടെ അത്യാവശ്യമുള്ള ഒരു ഐറ്റമാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്. അപ്പോൾ ഇസ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. ക്ലാസ്മേറ്റ്സിൻ്റെ ഇൻവെൻറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഡിസൈനിൽ വരുന്നത്. ഇതിലൊരു പ്രത്യേകത കോമ്പസും ഡിവൈഡറും ഇതുപോലെയാണ് കേട്ടോ. ഡിവൈഡറിൻ്റെ ചെറിയൊരു പീസ് ഉണ്ടാവുള്ളൂ. നമ്മളിതുമ്മേക്ക് അറ്റാച്ച് ചെയ്താലാണ് നമുക്കത് ഡിവൈഡർ ആക്കാൻ പറ്റുക. അവൾക്ക് കുഴപ്പമില്ല, ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. ഇതിന് മുൻപത്തെ ക്യാമലിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ റോസുവിന് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത് നടരാജിൻ്റെ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സാണ്. അവൾ ആദ്യമായിട്ടാണ് ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് യൂസ് ചെയ്യാൻ പോണത്. ഇത് ശരിക്കും നമ്മുടെ ക്യാമലിൻ്റെ അതേപോലെ തന്നെയാണ്. പിന്നെ നമ്മുടെ ക്യാമലിന് എപ്പോഴും മേടിക്കുന്ന ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് ഒന്ന് മാറ്റി ട്രൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ പിന്നെ കോമ്പസും ഡിവൈഡറും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു മോഡലാണ്. 120 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് നോക്കാം. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ആദ്യത്തെ ഐറ്റം നോക്കുന്നത് പെൻസിൽസ് ആണ്. പെൻസിൽ അപ്സരയുടെ ബ്രാൻഡിൻ്റെയാണ് ഈ പ്രാവശ്യം നമ്മൾ വാങ്ങി. പക്ഷെ നമ്മൾ വേറെ ബ്രാൻഡിനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്സരയുടെ ഈ ഒരു ബോക്സ് മേടിക്കുകയാണെങ്കിൽ 10 പെൻസിലും അതിൻ്റെ കൂടെ ഒരു ഇറേസറും ഷാർപ്പനറും കിട്ടുന്ന സെറ്റാണ് മേടിക്കാറ്. മാക്സിമം പ്രൈസ് വരാറ് 60 രൂപയാണ് ഇതിന് വരാറുള്ളത്. പിന്നെ നടരാജും അതുപോലെ തന്നെ ഡോംസിൻ്റെയും പെൻസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനിയും തൊട്ട് അധികം പെൻസിലിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം അവർ UP ഹൈസ്കൂളൊക്കെ ആയ കാരണം പെന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഇറേസർ നമ്മൾ ഈ അപ്സരയുടെ 2 പ്ലെയിൻ നോർമലായിട്ട് 2 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഷാർപ്പനർ ഇത് പഴയതാണ് കേട്ടോ, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന അപ്സരയുടെ തന്നെയാണ്. പിന്നെ സ്പെഷ്യലായിട്ട് 2 ഷാർപ്പനേഴ്സ് ഇത് അപ്സരയുടെ തന്നെയാണ്. രണ്ടും അതെ. എനിക്കിത് രണ്ടും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആദ്യം കാണിക്കുന്നത് ഈ ഒരു ടൈഡി അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള അപ്സരയുടെ തന്നെ ഷാർപ്പനറും ഇറേസറും കൂടിയുള്ള സെറ്റാണ്. 10 രൂപയാണ് ഇതിന് മാക്സിമം പ്രൈസ് വരുന്നത്. ഇതിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം 3 വർഷമായിട്ട് ഇതിൻ്റെ ഷാർപ്പനർ യൂസ് ചെയ്യണു, ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇറേസർ കുറച്ച് കഴിയുമ്പോൾ തീരും. ഷാർപ്പനർ പക്ഷെ നല്ല ഷാർപ്പനറാണ്. അതുപോലെ തന്നെ അപ്സരയുടെ തന്നെ ഇതിൻ്റെ പേരാണ് ടൈഡി അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിന് പ്രൈസ് വരുന്ന 5 രൂപയാണ് മാക്സിമം വരണത്. ഇതും നല്ല ക്വാളിറ്റി ആട്ടോ. കാരണം ഇത് നമ്മൾ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ 2 രൂപയൊക്കെ റേഞ്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സാധാരണ മോഡൽ വാങ്ങാം. അതിന് മൂർച്ച കൂടുതൽ എനിക്ക് തോന്നിയത് ഇതിനാണ്. പിന്നെ ഈ ഒരു നടരാജൻ്റെ സ്കെയിൽ ഇതെല്ലാ വർഷവും മിക്കവാറും വാങ്ങാറുണ്ട്. കാരണം ഒന്നെങ്കിൽ റോസിൻ്റെ കയ്യിൽ ചിലപ്പോൾ മിസ്സായി പോകും, അല്ലെങ്കിൽ അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ ഫെയ്ഡ് ആയിട്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ 5 രൂപയുടെ ഈ സ്കെയിൽ എപ്പോഴും മേടിക്കും. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ലോങ് സ്കെയിൽ തന്നെ ഉപയോഗിക്കുന്നത്. മെറ്റൽ സ്കെയിലിനേലും ഇഷ്ടം ഈ ഒരു പ്ലാസ്റ്റിക് സ്കെയിലാണ്. ഇത് പഴയതാണ് കേട്ടോ. പിന്നെ പെൻ ഉപയോഗിക്കുന്നത് ഈ ഒരു എൽക്കോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൈനി എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിൽ വരുന്ന ഈ ഒരു പെന്നാണ്. ഇത് ബ്ലൂ പെന്നാണ് കേട്ടോ. ശരിക്കും ബോൾ പെന്നാണ്. 5 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വരണേ. ഇതിൻ്റെ കളർ ഇങ്ങനെ പല പല കളറിലാണ് ഈ പെന്നെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലൂ കളർ ഇങ്കാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഇങ്കുള്ളതും റെഡ് ഇങ്കുള്ളതും വരുന്നുണ്ട്. കുറേ പേര് നിങ്ങളുടെ ഫേവറേറ്റ് പെൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് അത് റെഫർ ചെയ്താൽ നല്ല പേന ഏതാണെന്ന് അറിയാനായിട്ട് പറ്റും. ചിലർ എക്സോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് പറഞ്ഞിരുന്നു. ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം അങ്ങനെ ഉപയോഗിക്കാനായിട്ട്. പിന്നെ ദേ ഈ ഒരു പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റോറീറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫാസ്റ്റ് റൈറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നല്ല സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാക്കും ബ്ലൂവും വരുന്നുണ്ട്. ഞാനും ചേട്ടനും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പെന്നാണിത്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് 10 രൂപ റേഞ്ചിലാണ് വരുന്നത്. 15 രൂപ താഴെ ആ റേഞ്ചിലാണ് ഈ പെന്ന് വരണത്. ഡെയിലി യൂസിന് അത്ര ഇതല്ല, എന്നാലും ഒന്ന് ഉപയോഗിച്ച് നോക്കിക്കോളൂ. പിന്നെ നിങ്ങൾ വൈറ്റ്നർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് സാധനം അലൗഡ് അല്ല. ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫാബർ കാസലിൻ്റെ വൈറ്റ്നറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അതാണ് ഉപയോഗിക്കാറുള്ളത്. വാങ്ങി കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് ഇത് ലാസ്റ്റ് ചെയ്യും. 30 രൂപയാണ് ഈ വൈറ്റ്നറിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് കളേഴ്സിൻ്റെ സെക്ഷൻ നോക്കാം. കളേഴ്സിൽ നമ്മൾ ഈ പ്രാവശ്യം കുഞ്ഞ് 2 സ്കെച്ചിൻ്റെ സെറ്റ് എടുത്തിരിക്കുന്നത് എൽക്കോസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 15 രൂപയുടെ ഈ സെറ്റ്. നമ്മുടെ കയ്യിൽ കളർ ഉണ്ട്, ചില കളേഴ്സ് കഴിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. പിന്നെ കളർ പെൻസിൽ 10 എണ്ണത്തിൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. 15 രൂപയാണ് പ്രൈസ് വരണേ. നടരാജ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ നല്ല ക്യൂട്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് മേടിച്ചത്. പിന്നെ ഇതിൻ്റെ ഈ കളേഴ്സ് നമ്മുടെ കയ്യിലുള്ളത് കഴിഞ്ഞ് പോകുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് എപ്പോഴും മേടിക്കുക കേട്ടോ. വലിയത് അങ്ങനെ അധികം മേടിക്കാറില്ല. പിന്നെ ക്രയോൺസ് ക്യാമൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 10 രൂപയുടെ ചെറിയൊരു പാക്കറ്റ് ക്രയോൺസാണ് ഉപയോഗിക്കാൻ പോണ റോസു. ഇത് അവൾക്ക് സ്കൂളിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വർഷം ഈ ഒരു ക്രയോൺസാണ് ഉപയോഗിക്കുന്നത്. പഴയ ക്രയോൺസും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് മേടിച്ചതല്ല.
അടുത്ത് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു പെയിൻറ്റ് പാലറ്റാണ്. അങ്ങനത്തെ കുഞ്ഞീതാണ്, 12 കളേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പാലറ്റ്. 19 രൂപയാണ് ഇതിന് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഡെയിലി യൂസിന് സ്കൂളിലേക്കൊക്കെ വല്ല കളറിങ്ങിനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഉപയോഗിക്കാം. ഇത് 12 കളേഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെയിൻറ്റ് ബ്രഷാണ്. ഇവിടെ ഓൾറെഡി ഒത്തിരി വലിയൊരു പെയിൻറ്റിൻ്റെ പാലറ്റ് ഉണ്ട്, അപ്പോൾ അതിലേക്ക് ഉപയോഗിക്കാൻ ഇസയ്ക്ക് വേണ്ടിയിട്ടാണിത്. 20 രൂപയാണ് ഇങ്ങനത്തെ ബ്രഷിന്, ഏറ്റവും ചെറിയ ബ്രഷാണ് നമ്മൾ എടുത്തത്. പിന്നെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള പെന്നിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര ചെറിയ കളർ പെന്നുകളാണ്. ഞാൻ അതിന് ഭംഗി കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചാൽ കേട്ടോ. അവർ ചോദിച്ചിട്ടൊന്നല്ല, എനിക്ക് ഇഷ്ടമായിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഇതിൽ 5 കളേഴ്സാണ് ഉള്ളത്, ഓറഞ്ചും പേർപ്പിളും ഗ്രീനും പിങ്കും ബ്ലൂ. അപ്പോൾ ഇത് ശരിക്കും പെന്നിൻ്റെ തന്നെ ഒരു മിനിയേച്ചറാണ്. അതിൽ ഇങ്ങനെ പല കളറിൽ നമുക്ക് എഴുതാം. പിന്നെ ആണെങ്കിൽ വല്ല പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം. നല്ല ക്യൂട്ടായിട്ട് തോന്നിയുകൊണ്ട് വാങ്ങിയതാണ്. ഒരു സെറ്റിന് 50 രൂപയാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ മഷി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ട്യൂബൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ചാർട്ട് പേപ്പറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മാർക്കറാണത്. ലക്സർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൂപ്പർ ചിസിൽ മാർക്കർ. ഇത് 10 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് 1-2 കളർ മേടിച്ച് വെച്ചാൽ ചാർട്ട് പേപ്പറൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഈ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് എഴുതുമ്പോൾ പോയിൻറ്റഡ് ആയിട്ട് എഴുതാം, അതുപോലെ തന്നെ ഇത്തിരി ഇങ്ങനെ സ്ലാൻഡഡ് ആയിട്ട് വീതി കൂടിയിട്ട് എഴുതണമെങ്കിൽ അങ്ങനെയും എഴുതാൻ പറ്റുന്ന മാർക്കേഴ്സാണ്. അടുത്തത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യാം. ഒരു 2 കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഫ്ലൂറസൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് സാധാരണ വരാറുള്ളത്. അതാണ് നല്ലത്. കുറച്ചും കൂടി ഒരു യെല്ലോവും ഒരു പിങ്കും ഉണ്ട്, അതാണ് ഏറ്റവും നല്ലത്. ഏകദേശം 15 രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൈലൈറ്റേഴ്സ് വരുന്നുണ്ട്. അടുത്തത് പ്രൊജക്റ്റൊക്കെ എഴുതുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പെന്നാണിത്. ഇത് ഫ്ലെയറിൻ്റെ ബോൾ പോയിൻറ്റ് പെന്നുകളാണ്, കളർ പെൻസ്. ഏകദേശം 90 രൂപയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരണത്. പിന്നെ ഇതിൻ്റെ തന്നെ ജെൽ പെന്നുകൾ വരുന്നുണ്ട്, നല്ല ലിക്വിഡ് ആയിട്ടുള്ളത്. അത് എഴുതാൻ കുറച്ചും കൂടി സ്മൂത്ത്നെസ് ഉണ്ടായിരിക്കും. പക്ഷേ ഇതാകുമ്പോൾ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്യും, മറ്റേത് പെട്ടെന്ന് തീർന്നു. അപ്പോൾ ഞാനിതാണ് സാധാരണ അങ്ങനെയൊക്കെ വരയ്ക്കാനൊക്കെ ഉപയോഗിക്കാറ്. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ബ്രഷ് പെന്നാണ്. ഇത് അത്ര അത്യാവശ്യമുള്ളൊരു ഐറ്റം എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നിങ്ങൾ കളറിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ബ്രഷിൻ്റെ പ്രത്യേകത, ഈ ഒരു സ്കെച്ചിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ ടിപ്പ് ബ്രഷ് പോലെയാണ്, പെയിൻറ്റ് ബ്രഷിൻ്റെ പോലെ ഭയങ്കര സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ കളറിങ്ങിനും കാലിഗ്രഫിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് വരും. അപ്പോൾ നമ്മളൊരു പിക്ചർ കളർ ചെയ്യുമ്പോൾ അത് ഫില്ല് ചെയ്ത് കളർ ചെയ്യാൻ കുറച്ചും കൂടി ഫിനിഷിങ് കിട്ടും. സ്കെച്ച് പെൻ്റെ പോലെയല്ല, പക്ഷേ ഇതിന് വില കുറച്ച് കൂടുതലാണ്. ഇതൊരു പാക്കറ്റൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 200 രൂപയൊക്കെ വരുന്നുണ്ട്. 10 എണ്ണത്തിനൊക്കെ അത്രയും പ്രൈസ് വരുന്നുണ്ട്. ഇനി നമ്മൾ സ്കൂൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള ബേസിക് ഐറ്റംസ് കുറച്ച് നോക്കാം. ആദ്യം നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് വെച്ചിട്ടുള്ളത് ഒരു വലിയ ബോട്ടിൽ ഫെവിക്കോളാണ് കേട്ടോ. ഈ വലിയ ബോട്ടിൽ മേടിച്ചിട്ട് അത് ഞങ്ങൾ ഈ ചെറിയ ബോട്ടിലേക്ക് ഫില്ല് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ വലിയ ബോട്ടിൽ എനിക്കും, അടുത്തത് ഇസയ്ക്കും, പിന്നത്തെ റോസുവിനും. അപ്പോൾ ഇതിൽ ഞങ്ങളിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും. അതാണ് ലാഭം കുറച്ചും കൂടി പ്രൈസ് നോക്കുമ്പോൾ. പിന്നെ പേപ്പർ ഗ്ലൂ ആയിട്ട് ഈ ഒരു ഫെവി സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുള്ളത്. അതൊക്കെ ചെറിയ ട്യൂബാണ് നമ്മൾ വാങ്ങാം, കാരണം അവർക്ക് കൊടുക്കുമ്പോൾ പിന്നെ അത്യാവശ്യത്തിനല്ലേ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ ഒരു ഡിസ്പെൻസർ പേപ്പർ, ഈ ഒരു ടേപ്പ് ഡിസ്പെൻസർ അടക്കമുള്ള ടേപ്പാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതാകുമ്പോൾ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. ഇങ്ങനത്തെ സെല്ലോ ടേപ്പ് കീറിയെടുക്കാനും ഫിക്സ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അടുത്തത് കത്രികയാണ്. കത്രിക 3 മോഡലിലുള്ളത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പേപ്പർ സിസേഴ്സ് ആണ്. ഇത് മൂർച്ച ഇങ്ങനെ കണ്ടില്ലേ, സൈഡിൽ ബ്ലേഡോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈ മുറിയോ കാര്യങ്ങളൊന്നുമില്ല, പേപ്പർ മാത്രമേ ഇതുകൊണ്ട് മുറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ പ്രൊജക്റ്റൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞു കുട്ടികൾക്കും ആയാലും ഇത് ഉപയോഗിക്കാൻ കൊടുക്കാം. അവരുടെ കൈയൊന്നും മുറിയില്ല, സേഫായിട്ട് അവർക്കത് യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ഈ 2 മോഡൽ സിസേഴ്സാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ വരുന്ന നല്ലതായിരിക്കും. ഈ ഒരു ചെറിയ സിസറും വെക്കുക, അതുപോലെ തന്നെ ഇങ്ങനത്തെ വലുത്. ഇങ്ങനെ കവറിങ് ഉള്ള സിസേഴ്സ് വാങ്ങുകയാണെങ്കിൽ നല്ലതാട്ടോ. കാരണം നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുപോകണമെങ്കിലോ വീട്ടിൽ സേഫായിട്ട് വെക്കണമെങ്കിലോ ഒക്കെ ഈ ഒരു കവറിങ് ഉള്ളത് വാങ്ങുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ചെറുതിലും ഇങ്ങനത്തെ മോഡൽ വരുന്നുണ്ട്. നല്ലൊരു സ്റ്റേപ്ലർ എപ്പോഴും കയ്യിൽ കരുതുക, നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങാം. അതുപോലെ തന്നെ സ്റ്റേപ്ലർ റിമൂവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ടൂള് വരുന്നുണ്ട് കേട്ടോ. ഇതിന് ഏകദേശം ഒരു 300 രൂപ താഴെയാണ് പ്രൈസ് വരണേ. പക്ഷെ ഇപ്പോൾ സ്റ്റേപ്ലർ ആയാലും ഈ ഒരു ടൂളായാലും നമ്മൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വർഷങ്ങളോളം ആവശ്യമുള്ള ഒരു ഐറ്റമാണ് വീട്ടിലേക്ക്. ഈ ഒരു ടൂളിൻ്റെ അറ്റത്ത് കണ്ടില്ല മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേപ്ലർ പിന്നെ ഇതിലേക്ക് അറ്റാച്ച് ആയിക്കോളും നമ്മൾ ഊരി എടുത്തത്. അപ്പോൾ ഇത് നല്ലൊരു ഐറ്റമാണ്. പിന്നെ വരുന്നത് സ്റ്റിക്കി നോട്ട്സ് ആണ്. സ്റ്റിക്കി നോട്ട് പല മോഡലിലും പല പ്രൈസിലും വരുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഈ ഒരു കുഞ്ഞു മോഡലാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇവർ അത്രയ്ക്ക് അധികം അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനത്തെ നിങ്ങൾക്ക് വാങ്ങി കയ്യിൽ കരുതാം. അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് ഫയലുകളാണ്. നമുക്ക് ബേസിക് ആയിട്ട് കുട്ടികൾക്ക് വേണ്ട ഒരു ഫയലാണ് ഈ കാണുന്ന ഫയൽ കേട്ടോ. ഇങ്ങനത്തെ നോർമൽ മോഡൽ, ബട്ടനുള്ള മോഡൽ ഫയൽ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ നല്ലതാണ്. അപ്പോൾ 2 പേർക്ക് ഓരോന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള ഫയലുണ്ട്. ഇത് സാധാരണ നമ്മൾ ഹൈസ്കൂളൊക്കെ എത്തുമ്പോൾ സെമിനാറുകളൊക്കെ കൊണ്ടുപോകാൻ ഇങ്ങനത്തെ പ്ലെയിൻ ഫയലാണ് കൊണ്ടുപോകാറുള്ളത്. അടുത്തത് ഈ ഒരു ഫയൽ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഫയലാണ്. ഒരു കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ മേടിച്ച് വെച്ചൊരു ഫയലാണ്, ക്ലിയർ ബുക്ക് ഫയൽ. ഈ ഒരു ഫയലിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുറേ പോക്കറ്റുകളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ മക്കൾ കുഞ്ഞിലേ തൊട്ട് വരച്ച ഒരുപാട് പിക്ചേഴ്സ് ഞാൻ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ
50 പോക്കറ്റുകളുള്ളത് അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു കവറിൻ്റെ ഉള്ളിൽ 2 സൈഡിലും പിക്ചേഴ്സ് വരുന്ന രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ നാൾ കേടുകൂടാതെ പിക്ചേഴ്സ് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളും. കാരണം ഇത് അത്രയും നാൾ പഴക്കമുള്ള പിക്ചേഴ്സ് ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഫയൽ 2 മക്കൾക്ക് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അവർ വരച്ചിരിക്കുന്ന ആർട്ട് വർക്ക്സും ഇതൊക്കെ സൂക്ഷിച്ച് വെച്ച് അവർ വലുതാവുമ്പോൾ കാണിച്ചു കൊടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ 4 ചാർട്ട് പേപ്പർ മേടിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കണ സമയത്ത് തന്നെ എൻവയൺമെൻറ്റ് ഡേ സെലിബ്രേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് വരുമ്പോൾ ചാർട്ടൊക്കെ വരച്ച് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചാർട്ട്, പിന്നെ എക്സാം പേപ്പർ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ എടുക്കാറുണ്ട്. അതുകൊണ്ട് മേടിച്ച് വെച്ചാൽ ചിലപ്പോൾ ഇത് 2 കൊല്ലത്തേക്ക് ഉണ്ടാവും. കുറേ പേപ്പർ ഉണ്ട്. അതുപോലെ തന്നെ റൈറ്റിംഗ് പാഡ്, ഇതും മേടിച്ചിട്ട് കുറേ നാളായതാണ്. LP ലെവൽ സ്റ്റുഡൻസാണ് കൂടുതലും റൈറ്റിംഗ് പാഡ് യൂസ് ചെയ്യാറ്. ഹൈസ്കൂളിൽ അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ A4 ഷീറ്റിൻ്റെ ഒരു ബണ്ടിൽ മേടിച്ചിട്ടുണ്ട്. ഇത് 500 ഷീറ്റാണ് ഇതിൽ വരണേ. 70 GSMൻ്റെ പേപ്പറാണ്. പേപ്പറിൻ്റെ തിക്നെസ് അനുസരിച്ച് പ്രൈസിൽ മാറ്റങ്ങൾ വരാറുണ്ട് A4 ഷീറ്റിൻ്റെ. അപ്പോൾ ഇതൊക്കെ സാധാരണ മേടിച്ച് വെച്ചാൽ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് 2 വർഷമൊക്കെ കഴിഞ്ഞാലും കഴിയില്ല, അത്രയും അധികം പേപ്പർ ഉണ്ട്. പക്ഷേ 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറേ സെമിനാറൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം പേപ്പറൊക്കെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി കാണിക്കാൻ പോകുന്നത് കുറേ ഫാൻസി ഐറ്റംസ് ആണ്. ഇതൊന്നും അത്യാവശ്യമുള്ള ഒരു ഐറ്റംസും അല്ല, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനത്തെ വാങ്ങി വെക്കാം. അപ്പോൾ ഇവരുടെ കയ്യിൽ കുറച്ചെണ്ണം വാങ്ങിയതും ബാക്കി കുറേയൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇവർ സ്കൂളിൽ ഇങ്ങനെ ഓരോ കോമ്പറ്റീഷൻസ് നടത്തും. എൻവയൺമെൻറ്റ് ഡേ സ്പെഷ്യൽ, റീഡിംഗ് ഡേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ ഇങ്ങനത്തെ പെന്നുകളായിരിക്കും, ഇങ്ങനെ ഡിസൈനുള്ള പെൻ. അപ്പോൾ അങ്ങനെ ഇവർക്ക് 2 പേർക്കും കിട്ടിയിട്ടുള്ള കുറേ പെന്നുകളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ പെന്ന് എഴുതാനൊക്കെ നല്ല രസമാട്ടോ, കുഴപ്പമൊന്നുമില്ല. മഷി കഴിഞ്ഞിരിക്കുകയാണ് ഇതിലെല്ലാത്തിലും ട്യൂബ് ഇതിൻ്റെ അളവിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇടാതെ ഞങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുക. ഇതൊന്നും നമുക്ക് മഷി കഴിഞ്ഞാലും മാറ്റാൻ തോന്നില്ല, കാരണം ഇത് കാണാൻ നല്ല ക്യൂട്ടായതുകൊണ്ട്. പിന്നെ ഇതെല്ലാം പെൻസിലാണ് കേട്ടോ, പെൻസിൽ ഉണ്ടല്ലോ അതാണ്. ഇതിൻ്റെ ഉള്ളിലും നമ്മളിങ്ങനെ പെൻസിലിൻ്റെ ലെഡ് ഇടുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊന്നും ഒരു അധികം ഉപയോഗിക്കാറൊന്നുമില്ല. ഈ പെൻസിൽ ഉപയോഗിക്കാറുണ്ട് കേട്ടോ, ഈ റുണ്ടുണ്ട പോലത്തെ. ബാക്കിയൊക്കെ ഇങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ്, കാരണം ഫാൻസി ആയതുകൊണ്ട് തന്നെ അത് ഡെയിലി യൂസിന് അത്ര കംഫർട്ടബിൾ അല്ല. നമുക്കിങ്ങനെ വെറുതെ രസത്തിനൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് മാത്രം. പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഇറേസേഴ്സാണ്, ഇങ്ങനത്തെ ക്യൂട്ടായുള്ള ഇറേസർ. ഇതൊക്കെ ഞങ്ങൾ കുറേ മുൻപ് മേടിച്ചത്. ഇപ്പം ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും മേടിക്കാറില്ല, കാരണം ഇതുകൊണ്ടൊന്നും മായ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അവിടെ മാഞ്ഞ് പോകണമില്ല. ഒരു കറുത്ത കളറൊക്കെ വരാം, കാണാനേ ഭംഗിയുള്ളൂ, ഉപയോഗിക്കുമ്പോൾ വലിയ കാര്യമില്ല. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ ഇങ്ങനത്തെ ഒന്നും മേടിക്കാറില്ല. പിന്നെ ഇതൊരു ഷാർപ്പനറാട്ടോ, ഒരു കോഴിമുട്ടയുടെ പോലെ ഇരിക്കുന്ന ഷേപ്പിലുള്ള ഷാർപ്പനറാണ്. ക്യൂട്ട് ഫേസും ഉണ്ട്. ഇതിങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ഷാർപ്പനർ ഇരിക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. അത് ഈ വർഷം ഇവർ മേടിച്ചതാട്ടോ. ഇതിന് 12 രൂപ എന്തോ പ്രൈസ് ആയിരുന്നത്. ഞാൻ വിചാരിച്ചു ഒരു ക്യൂട്ട് ഐറ്റം ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് മേടിച്ചതാണ്. പിന്നെ ഇത് മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്ന ഹൈലൈറ്റേഴ്സിൻ്റെ ഒരു പാക്കാണ്. ഇതിൽ ടോട്ടൽ 6 കളേഴ്സാണ് ഉണ്ടായിരുന്നത്. പേർപ്പിൾ കളർ പിന്നെ കഴിഞ്ഞു പോയി, ബാക്കി കളേഴ്സിനെ പോയി കാണിക്കണേ. ഇത് കാണാൻ നല്ല രസമാട്ടോ, കുഞ്ഞ് ഹൈലൈറ്റേഴ്സാണ്. അങ്ങനെ കുറേ നാൾ ലാസ്റ്റ് ചെയ്യൊന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. കളേഴ്സൊക്കെ നല്ല തന്നെയായിരുന്നു. ഇതിന് 100 രൂപ താഴെയാണ് പ്രൈസ് വരുന്നത്. സാധാരണ ഹൈലൈറ്റേഴ്സിനേലും കുറച്ച് വില കുറവായിരുന്നു, കാരണം ഇത് കുഞ്ഞായതുകൊണ്ട്. പിന്നെ ഇത് രണ്ടും പെന്നാണ് കേട്ടോ, ലിപ്സ്റ്റിക്കിൻ്റെ ഷേപ്പിലുള്ള പെൻ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലെയും ഇങ്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ട്യൂബ് മാറ്റാത്ത കാരണം ഇതിങ്ങനെ വെറുതെ ഭംഗിക്ക് വെച്ചിരിക്കുന്ന 2 പെന്നാണ്. പിന്നെ ഒരു ഐറ്റം കൊച്ചുകുട്ടികളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ, ഈ ഒരു സ്റ്റാമ്പിൻ്റെ സെറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കണ്ടില്ലേ പല പല ഡിസൈനിലുള്ള സ്റ്റാമ്പുകളാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ക് ഉണ്ട്, പക്ഷേ ഇങ്ക് കഴിഞ്ഞു പോയി. ഇത് കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കണതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഫാബർ കാസലിലെ സ്റ്റാമ്പ് പാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഭവം മേടിച്ചു. അപ്പോൾ അതിലിങ്ങനെ നമ്മൾ പഞ്ച് ചെയ്യില്ലേ, സ്റ്റാമ്പ് പഞ്ച് ചെയ്യണത്, അതിൻ്റെ റെഡ് കളർ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ കയ്യിലുള്ള ഈ സ്റ്റാമ്പിൻ്റെ ഡിസൈൻ ഞാൻ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ബുക്കിൽ ഒട്ടിക്കും. അപ്പോൾ ഇത് ഞാൻ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് അവർ നന്നായിട്ടൊക്കെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓരോ സ്റ്റാമ്പ് ഇങ്ങനെ ഇഷ്ടമുള്ള ഡിസൈന് ഇങ്ങനെ കുത്തി കൊടുക്കും ഇതുപോലെ ബുക്കിൻ്റെ ഉള്ളിൽ. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു മെമ്മറി എന്താ വെച്ചാൽ, ഞാൻ എന്നെ പണ്ട് പഠിപ്പിച്ചൊരു ടീച്ചറുടെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഒരു ഡിസൈനും ഗുഡെന്ന് അങ്ങനെ എന്തോ എഴുതിയിട്ടായിരുന്നു എൻ്റെ ഓർമ്മ, എനിക്കറിയില്ല. പക്ഷേ അതിങ്ങനെ ഓരോ വട്ടം നോട്ട്ബുക്ക് കിട്ടുമ്പോൾ അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് കിട്ടുന്ന ആ നോട്ട്ബുക്ക് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാണുമ്പോൾ. അപ്പോൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മക്കൾക്ക് ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കും ഈ ഒരു ബുക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ. ഇനി നമ്മൾ മേടിച്ച കുറച്ച് ഹെയർ ആക്സസറീസും ജ്വല്ലറിയും അത് മാത്രമാണ് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. ഈ ഒരു ടിക് ടാക് സ്ലൈഡ് ഇത് വളരെ അത്യാവശ്യമായിട്ട് ഇവിടെ വേണ്ട ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ ഹെയർ ടൈസ്, ഇതും ഈ 2 പോരാട്ടോ, അവർക്ക് 2 പേർക്ക് ഇതുപോലെ തന്നെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഹെയർ ടൈസും അതുപോലെ തന്നെ ഒരു സ്കൂളിലേക്ക് സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ചെറിയ സ്റ്റഡാണ്. അപ്പോൾ പേളിൻ്റെ 2 സ്റ്റഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് സാധാരണ ഉപയോഗിക്കാറ്, അല്ലെങ്കിൽ എന്തെങ്കിലും കളറുള്ള സ്റ്റഡ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ബാക്ക് ടു സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഞാൻ മേടിച്ചതും എൻ്റെ കയ്യിലുള്ളതുമായിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ബാക്ക് ടു സ്കൂളിൻ്റെ പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്യുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.